Hi friends, it's me Kasak Benjali. Welcome to my new video blog. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാലഞ്ച് യുവർ സെൽഫ്. ഹൗ കൻ യു ചാലഞ്ച് യുവർ സെൽഫ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് പലപ്പോഴും നമുക്കത് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള നമ്മുടെ തോന്നലുകൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ നമ്മളെ മൈൻഡിന് നമ്മളെ കീഴടക്കാൻ അവസരം കൊടുക്കരുത്. യു ഹാവ് ടു ചാലഞ്ച് യുവർ സെൽഫ്. ഹൗ കൻ യു ചാലഞ്ച് യുവർ സെൽഫ്? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ പറ്റുക? നമുക്ക് എങ്ങനെയാണ് നമ്മളെ ചാലഞ്ച് ചെയ്യാൻ പറ്റുക? അത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും. യു ഹാവ് ടു ചാലഞ്ച് യുവർ സെൽഫ്. ഒന്നാമത്തെ കാര്യം, ചാലഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. ചാലഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. നമ്മുടെ ലിമിറ്റഡ് ബിലീഫാണ് നമ്മളെ ഇവിടെ തളച്ചിട്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഇതേ കഴിയൂ, എന്നെ കൊണ്ട് ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ കഴിയില്ല, എന്നെ കൊണ്ട് ഇത്രയേ കഴിയൂ എന്ന് നമ്മൾ വിശ്വസിച്ച് വെച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാതി. ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഈ പരിമിതിയാണ്. ഈ പരിമിതി മാത്രമാണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുള്ളൂ. സോ ഈ പരിമിതിയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ യു ഹാവ് ടു ചാലഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. എങ്ങനെ? കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ ലോകത്തിന്റെ സാധ്യതകളെ കുറിച്ച്, നിങ്ങളുടെ മൈൻഡിനെ കുറിച്ച്, നിങ്ങളുടെ ഉള്ളിലുള്ള അപാരമായ ശക്തിയെ കുറിച്ച്, നിങ്ങളുടെ ഇന്നർ ട്രഷറിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ സാധ്യതകളെ കുറിച്ച്, ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഓരോ വ്യക്തിയും എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞത്, ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത് വഴി യു ക്യാൻ ചാലഞ്ച് യുവർ സെൽഫ്. ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിന്റെ ലിമിറ്റിംഗ് ബിലീഫിന്റെ ലിമിറ്റേഷൻസ്, ബൗണ്ടറി ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ബ്രേക്ക് യുവർ ലിമിറ്റഡ് ബിലീഫ്സ് ബൗണ്ടറി ബൈ ലേണിംഗ് ന്യൂ തിങ്സ്. സോ യുവർ ബൗണ്ടറി ഓഫ് ബിലീഫ് സിസ്റ്റം വിൽ എക്സ്പാൻഡ്. So you can do more, you can create more, you can have more. Second things, what you have to challenge, the second one, challenge your comfort. Challenge your comfort. If you feel comfortable, hit yourself into uncomfortable situations. Hit yourself into uncomfortable situations. Challenge yourself. Challenge your comfort zone. Challenge your comfort. Take yourself into discomfort. നിങ്ങളെ തന്നെ ചാലഞ്ചിങ് ഉള്ള, കൂടുതൽ വെല്ലുവിളിയുള്ള, കൂടുതൽ ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരിക, വലിച്ചെറിയുക. Throw yourself into challenging situations. നിങ്ങളെ തന്നെ വലിച്ചെറിയുന്നത് വഴി when you are crossing any challenging situation, you will become more capable. നിങ്ങളെ തന്നെ വലിയ വെല്ലുവിളിയുള്ള എന്തെങ്കിലും കാര്യം ബ്രേക്ക് ചെയ്യുമ്പോൾ, അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ കോമ്പിറ്റന്റ് ആകുകയാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾക്ക് സുഖമുള്ള സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കരുത്. കംഫർട്ട് സോൺ മീൻസ് നോ ഗ്രോത്ത്. ഇഫ് യു ഫീൽ കംഫർട്ടബിൾ, ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഗ്രോത്ത്. Don't be comfortable in any situation. Don't be comfort yourself. Don't be comfortable yourself in anywhere. Because comfort will never give you a great success. Comfort will never give you more things. You have to challenge your comfort and take yourself into discomfort. നിങ്ങളെ വെല്ലുവിളികളിലേക്ക് വലിച്ചെറിയുക. നിങ്ങളെ കൂടുതൽ ചാലഞ്ചുള്ള, കൂടുതൽ ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിലേക്ക് വലിച്ചെറിയുന്നത് വഴി you can challenge yourself. Then third one, challenge your physical fitness. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നല്ല ഫിസിക്കലായിട്ടുള്ള ഫിറ്റായ ഒരാൾക്ക് മാത്രമാണ് നല്ല ബോഡി, നല്ല മൈൻഡിനെയും സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫിസിക്കൽ എബിലിറ്റിയെ ചാലഞ്ച് ചെയ്യാൻ റെഡിയാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, കൂടുതൽ നടക്കുന്നതിലൂടെ, കൂടുതൽ ഓടുന്നതിലൂടെ, കൂടുതൽ ചാടുന്നതിലൂടെ, കൂടുതൽ ഫിസിക്കലി ആക്റ്റീവായി നിൽക്കുന്നതിലൂടെ നിങ്ങൾ റെഡിയാണോ? യു ഹാവ് ടു ഡു ഫിസിക്കൽ എക്സസൈസ് എവറി ഡേ. But you don't want to do physical exercise all day, at least 1 hour or half an hour. But do physical exercise and make yourself challenging. നിങ്ങളുടെ ഫിസിക്കൽ എബിലിറ്റി നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. കൂടുതൽ നല്ല ഹെൽത്ത് ഉണ്ടാക്കണം. കാരണം ഫിസിക്കലായിട്ട് നമ്മൾ നല്ല ഹെൽത്ത്, നല്ല ഫിസിക്കൽ എബിലിറ്റി, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോസിറ്റീവായുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അത് നമുക്ക് സന്തോഷം നൽകും. ആ സന്തോഷം നൽകുന്നതിന് വേണ്ടിയിട്ട് തന്നെ യു ഹാവ് ടു ബി മോർ ചാലഞ്ച് യുവർ സെൽഫ് ഫിസിക്കലി. കൂടുതൽ കാര്യങ്ങൾ ഫിസിക്കലി ചെയ്തുകൊണ്ട് നിങ്ങളെ 3 രീതിയിലാണ് യു ഹാവ് ടു ചാലഞ്ച് യുവർ സെൽഫ്. ഫസ്റ്റ്, ചാലഞ്ച് യുവർ ബിലീഫ്. സെക്കൻഡ്, ചാലഞ്ച് യുവർ കംഫർട്ട്. ആൻഡ് തേർഡ്, ചാലഞ്ച് യുവർ ഫിസിക്കൽ ഫിറ്റ്നസ്. ഇതൊരൊറ്റ ചാൻസേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് ദിസ് ഈസ് അവർ ഓൺലി വൺ ചാൻസ്. ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് നമ്മളെ ഒരേ ഒരു ചാൻസ് ആണ്. നമുക്ക് വേറൊരു ചാൻസ് ഇല്ല, വേറൊരു ലൈഫ് ഇല്ല. ഇതൊരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന ഒരു പക്ഷേ എൻ്റെ ലാസ്റ്റ് ദിവസത്തെ സംസാരമായിരിക്കാം. നിങ്ങളിത് കേൾക്കുന്ന ഒരു പക്ഷേ നിങ്ങളുടെ അവസാനത്തെ ദിവസമായിരിക്കാം. നമ്മളെപ്പോലെ ഇതുപോലെ വീഡിയോ കേട്ടുറങ്ങിയ 10 ലക്ഷത്തോളം ആളുകൾ, ഇന്നലെ ഉറങ്ങിയ ആളുകൾ ഇന്ന് രാവിലെയിലേക്ക് എഴുന്നേറ്റിട്ടില്ല.
So don't expect you have 1,000 days ahead or 10,000 days ahead. Maybe we are living in our last moments. So don't waste your time to do things. Don't waste your life to live your dream. You have only one life. You have only one dream. You have to create your dream. Live your dream ideas. This is me, Kasak Benchali. I hope you like this video. Thank you so much.